ശബ്ദം. ഭൗമോപരിതലത്തിൽ സംഭവിക്കുന്ന ജീവതരവും അല്ലാത്തതുമായ സകല പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നതും മനുഷ്യനെ സംബന്ധിച്ച് ഗോചരമല്ലാത്തതുമായ വായു ജീവപ്രവർത്തനത്തിൻ്റെ നിരന്തരമായ ശ്വാസോച്ഛ്വാസഗതിയിലൂടെ ഭൗമവിശേഷങ്ങളുടെ സത്താഗുണത്തെ ജീവനിൽ നിറച്ചുകൊണ്ടിരിക്കുന്നതായാണ് ബോധ്യപ്പെടാനാവുക. ഇക്കാരണത്താൽ പ്രകൃതിയുടെ സത്താസംഗമമാകുന്ന ജീവന് വായുവിൽ ഉണ്ടാവുന്ന ശബ്ദ തരംഗങ്ങളെ അത് ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളോടെ തിരിച്ചറിയാൻ തക്ക ശേഷിയുള്ളത് ആയിത്തീരുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. ഇങ്ങനെ പ്രകൃതിയിലെ അസംഖ്യമായ പ്രവർത്തന വൈവിധ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടു നിൽക്കുന്ന വായുവിൽ നിറയുന്ന അതീവ സൂക്ഷ്മഗുണമായ ശബ്ദത്തിൻ്റെ ശരിയായ വിനിയോഗം പ്രപഞ്ചകാരണ ലക്ഷ്യത്തിലേക്കുള്ള ജീവന്റെ വികാസത്തിന് അനിവാര്യമായി വരികയും ചെയ്യുന്നു. ഭൗതികമായ നിലനിൽപ്പുകൾക്കെല്ലാം കാരണമായിരിക്കുന്നത് ഊർജമാണ്. ഊർജത്തെ ഒഴിവാക്കി നിലനിൽപ്പുകളെ കണ്ടെത്താനാവില്ല. ഊർജത്തിന് കാരണമായിരിക്കുന്നത് ബോധവുമാണ്. അതായത് ഊർജം ജീവനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവപരിണാമത്തിൻ്റെയും വികാസത്തിൻ്റെയും കാരണഘടകങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനം ശബ്ദവും ശബ്ദത്തിൻ്റെ സമ്പന്നതയാകുന്ന അർത്ഥവത്തായ സ്വരങ്ങളും അർഹിക്കുകയും ചെയ്യുന്നു. ഊർജ ഗുണവിശേഷങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംസർഗം കൊണ്ട് പകർന്നു വരുന്നതും മിക്കപ്പോഴും പരസ്പരം ലയിച്ചു നിൽക്കുന്നതുമാണ്. ഊർജത്തിന് സാഹചര്യാനുസൃതമായി പരിവർത്തിതമാവുന്നതിനുള്ള അടിസ്ഥാന വാസന ഉള്ളതുകൊണ്ട് തന്നെ ഭൗമതരമായ പ്രവർത്തന വൈവിധ്യങ്ങളുടെ സൂക്ഷ്മവിശേഷങ്ങൾ ശബ്ദത്തിലൂടെ ജീവനിലെത്തുകയും ജീവശേഷി പരിണമിക്കുകയും അതീവ സൂക്ഷ്മമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഭൗമോപരിതലത്തിലെ നിരന്തര സാന്നിധ്യമായ വായുവിൽ നിറയുന്ന ഭൗമപ്രവർത്തനങ്ങളുടെ സൂക്ഷ്മ രേഖകളായ ശബ്ദത്തെ സ്വന്തം ജീവന്റെ നിക്ഷിപ്താവസ്ഥയാക്കി ജീവികൾ ഓരോന്നും സ്വയമായി തന്നെ ശബ്ദം ഉള്ളവ ആയിത്തീരുന്നു. ജീവികൾ അതാതിൻ്റെ ശേഷിക്കൊത്തും ആവശ്യങ്ങൾക്കൊത്തും ഇவ்விധത്തിൽ ശബ്ദം തിരിച്ചറിയുന്നതിനും ജനിപ്പിക്കുന്നതിനും പ്രാപ്തിയുള്ളതായി വരികയും ചെയ്യുന്നു. സമൃദ്ധമായ അന്തരീക്ഷമുള്ള ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്ന ഏതു തരം ചലനവും വായുവിൽ ശബ്ദത്തെ ജനിപ്പിക്കുന്നുവെങ്കിലും താത്വികമായി സമീപിക്കുമ്പോൾ ജീവികളുടെയും ജീവനില്ലാത്തത് എന്ന സങ്കല്പത്തിൽപ്പെട്ട നിലനിൽപ്പുകളുടെയും താൽപ്പര്യങ്ങളുടെയോ അവസ്ഥകളുടെയോ മാറ്റത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ശബ്ദം എന്ന അനുഭവം. ശബ്ദം എന്ന അനുഭവം അടിസ്ഥാനപരമായി ജീവതരമോ ഭൗതികമോ ആയ അവസ്ഥാമാറ്റത്തെ ദ്യോതിപ്പിക്കുന്നതാകയാൽ ശബ്ദത്തെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ജീവനും അതിന് ഒത്തവിധം അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ജീവാരംഭം മുതൽ ഒന്നൊന്നായി സംഭവിക്കുന്ന അനുഭവങ്ങളെ ഉൾക്കൊണ്ട് ലഭിക്കുന്ന അറിവിലൂടെ ആവശ്യങ്ങൾക്ക് ഒത്തവിധം പ്രകൃതി തന്നെയായ ഊർജവൈവിധ്യങ്ങളെ എടുത്തുപയോഗിക്കാൻ ജീവൻ പ്രാപ്തമായി വരുന്നു എന്നത് പ്രാപഞ്ചികമായ നിയമത്തിൻ്റെ പ്രാവർത്തികതയാണ്. പ്രവർത്തനശേഷിക്കും മനനശേഷിക്കും ആനുപാതികമായി ജീവാരംഭം മുതൽ തന്നെ ശബ്ദവിനിയോഗശേഷി ജീവികളിൽ സംഭവിച്ചു വരികയും ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ജീവകാരണങ്ങളിൽ ഒന്നായ പ്രാപഞ്ചികമായ ചലനത്തിൻ്റെ പ്രാതിനിധ്യമായി തീരുന്ന ശബ്ദതരമായ അവസ്ഥാ സൂക്ഷ്മതയെ കുറഞ്ഞ അളവിലെങ്കിലും സ്വന്തമാക്കുന്ന ശേഷി വൈഭവമായി യോഗ്യതയായി ഓരോ ജീവനും നിലകൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. കൂടാതെ ജീവികളുടെ ശബ്ദം ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൻ്റെ യോഗ്യത എന്നത് ജീവന്റെ സങ്കല്പ യോഗ്യതയ്ക്ക് ആനുപാതികമായിരിക്കുകയും ചെയ്യുന്നു എന്നും മനസ്സിലാക്കാനാവുന്നു. നിരന്തരം ഉപയോഗപ്പെടുത്തുന്നതും ജീവപ്രവർത്തന കാരണവുമായ വായു എന്ന പ്രകൃതിഭാവത്തെ ഇച്ഛയ്ക്ക് ഒത്തവിധം സ്വശരീരം കൊണ്ട് ചലിപ്പിച്ച് ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശബ്ദശേഷിയെ സ്വന്തം സങ്കല്പങ്ങൾക്ക് ഒത്തവിധം ബഹിർഗമിപ്പിക്കുന്നു.
അപ്പോഴത്തെ അവസ്ഥയും ഭൂതകാല സാഹചര്യങ്ങളും ഭാവി ആവശ്യങ്ങളുമായ സ്വന്തം മനോനില ശബ്ദതരമായി മറ്റ് ജീവശേഷികളെ അറിയിക്കുന്നതിന് ഇവിധം ജീവി പ്രാപ്തിയുള്ളത് ആയിത്തീരുന്നു. ശബ്ദതരമായി അനുഭവപ്പെടുന്ന പ്രകൃതി എന്ന നിലനിൽപ്പിനെയും പ്രവർത്തനങ്ങളെയും അതീവ സൂക്ഷ്മോർജമായി ഉൾക്കൊള്ളുന്നു എന്നതുപോലെ തന്നെ മറ്റ് ജീവശേഷികളിൽ നിക്ഷേപിക്കുന്നതിനും ജീവൻ പ്രാപ്തമാകുന്നു എന്ന് ജീവനുകൾക്കിടയിലെ ശബ്ദതരമായ വിനിമയങ്ങൾ വ്യക്തമാക്കുന്നു. അതിസൂക്ഷ്മതരമായ ഊർജവിനിമയങ്ങളിലൂടെ ജീവൻ ജീവനുകളിലേക്ക് ആശയപരമായി കടന്നു ലയിച്ച് ഒന്നായിത്തീരുകയും തൽഫലമായി സമൂഹം എന്ന പ്രവർത്തന വിശേഷമായി ജീവനുകളെ മാറ്റുന്ന പ്രതിഭാസമായും ശബ്ദശേഷി നിലകൊള്ളുന്നു. മനനം എന്ന ശേഷിയിൽ വളരെയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത അഥവാ വളരെ കുറഞ്ഞ അളവിൽ മാത്രം പ്രപഞ്ചത്തെ സൂക്ഷ്മമായി ഉൾക്കൊണ്ടിട്ടുള്ള ജീവികൾക്ക് ശബ്ദവിനിയോഗം എന്നത് വളരെ കുറവായ ആവശ്യകതയാണ്. എല്ലായ്പ്പോഴും അർത്ഥദ്യോതകവും അറിവുമാകുന്ന ശബ്ദം എന്ന നിക്ഷിപ്താവസ്ഥയും പ്രയോഗവും സാധ്യമാവുന്നത് ജീവശേഷിക്ക് ആനുപാതികം ആയതുകൊണ്ട് ചെറുജീവനുകൾക്ക് ശബ്ദവിനിമയം കുറഞ്ഞ അളവിൽ മാത്രമേ സാധ്യമാവുന്നുള്ളൂ. പ്രാപഞ്ചിക നീതിയുടെ കൃത്യത നിമിത്തം അടിസ്ഥാനാവശ്യങ്ങളായ ഭക്ഷണത്തിനും ഇണയെ കണ്ടെത്തലിനും ശത്രുവിൽ നിന്നുള്ള രക്ഷപ്പെടലിനും ഒക്കെയായിട്ടല്ലാതെ ചെറു ജീവനുകൾക്ക് ശബ്ദത്തെ വിനിയോഗിക്കേണ്ടതായി വരികയുമില്ല. ജീവിതം എന്ന പ്രവർത്തനതരവും അനുഭവതരവുമായ അവസ്ഥാമാറ്റങ്ങളിലൂടെ ഭൗമതരമായ പ്രവർത്തനങ്ങളുടെ രേഖപ്പെടുത്തലുകളായ ശബ്ദത്തെ ജീവൻ ഏതെങ്കിലും അളവിൽ ഉപയോഗപ്പെടുത്തുകയെന്നാൽ പ്രകൃതിയുടെ ചലനങ്ങളാകുന്ന കാരണ സൂക്ഷ്മ ശക്തിവിശേഷങ്ങളെ അത്രയുമായ അർത്ഥതലങ്ങളോടെ ഉൾക്കൊള്ളുന്നുവെന്നും ആ ജീവശേഷി അറിവായി അത്രയുമായി പ്രപഞ്ചകാരണ ശക്തിയെ ആവാഹിച്ചുവെന്നും മനസ്സിലാക്കാനാവുന്നു. മനനശേഷിക്ക് ആനുപാതികമായി പ്രാപഞ്ചികമായ എല്ലാ നിലനിൽപ്പുകളെയും ഊർജവിനിമയത്തിലൂടെ പരിവർത്തനം ചെയ്ത് ശബ്ദതരമായ അറിവുകളാക്കി ജീവനിൽ നിക്ഷിപ്തമാക്കുന്നതിനും യഥേഷ്ടം വിനിയോഗിക്കുന്നതിനും സാധ്യമാകുന്നു എന്ന് മനസ്സിലാക്കാം. പ്രാപഞ്ചികമായ എല്ലാവിധ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി ഉൾക്കൊണ്ടു നിൽക്കുന്നതിന് ആവുന്ന ശബ്ദം ജീവനുകളെ സംബന്ധിച്ച് ആകർഷണ ശക്തിയും പ്രകാശവും പോലെ തന്നെ വിലപ്പെട്ടതാകുന്നു എന്നും വ്യക്തമാവുന്നു. ശേഷി കുറഞ്ഞ ജീവനുകൾക്ക് പക്ഷേ ശബ്ദം എന്ന അതീവ വിസ്മയ മാധ്യമ യോഗ്യതയിലൂടെ സ്വയമായി പ്രപഞ്ച വൈഭവങ്ങളെയും നിഗൂഢതകളെയും അറിയുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും വളരെയൊന്നും സാധ്യമാവുകയുമില്ല. മനുഷ്യൻ ഒഴികെയുള്ള ജീവികളെ സംബന്ധിച്ച് പ്രാപഞ്ചിക സൂക്ഷ്മതകളെ കാരണതരമായി കുറഞ്ഞ അളവിൽ ഉൾക്കൊള്ളുന്നതിനാൽ ശ്രവണേന്ദ്രിയത്തിനും സ്വനപേടകത്തിനും കുറഞ്ഞ ശേഷി മാത്രമായിരിക്കുകയും ഏറിയ ആസ്വാദനത്തിനുള്ള ശേഷിയും പ്രവർത്തനത്തിനുള്ള സാധ്യതയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് മുൻപറഞ്ഞ പ്രകാരം സംഭവിക്കുന്നതിൻ്റെ കാരണമായി കാണാനാവുന്നത്. സ്വനപേടകം എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന അവയവം ശരീരത്തിലെ മറ്റ് ഏതൊരു അവയവവും പോലെ ആവശ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും ഇച്ഛകൾക്കുമൊത്ത് ജീവശേഷിക്ക് ആനുപാതികമായി വികാസം പ്രാപിച്ചത് തന്നെയാണ്. അറിവിൻ്റെതായ അതായത് അനുഭവങ്ങളുടേതായ താണ നിലവാരമുള്ള ജീവനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛ എന്നത് എല്ലാറ്റിലും ഉയർന്നു നിൽക്കുന്ന ജീവശേഷിയായ മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ചു മാത്രം ആയിരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ വസിക്കുന്ന നിരവധിയായ ജീവജാലങ്ങൾ അവയുടെ സ്വഭാവത്തിനും പ്രവൃത്തിക്കും ആവശ്യങ്ങൾക്കും ഒത്ത വിധത്തിൽ ജീവന്റെ നിക്ഷിപ്ത യോഗ്യത എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. മനുഷ്യന്റെയും മറ്റു ജീവികളുടെയുമെല്ലാം അനുഭവങ്ങളും ആവശ്യങ്ങളും പ്രവർത്തന വൈഭവവും ബുദ്ധിയും ജീവന്റെ യോഗ്യതയും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ടാണ് ഓരോ ജീവിക്കും ജീവവർഗത്തിനും വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ടാവുന്നത്. ഓരോ തരം ജീവികളിലും ആണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദത്തിലും സ്വരത്തിൽ തന്നെയും
വൈവിധ്യവും വ്യത്യസ്തതയും അനുഭവപ്പെടുന്നത് ജീവനുകളുടെ അടിസ്ഥാനപരമായ വ്യത്യാസത്തെയാണ് കാണിക്കുന്നത്. തരംഗമായി വ്യാപിക്കുന്ന പ്രകൃതിയുടെ ചലന വൈവിധ്യങ്ങൾ ജീവനിൽ നിക്ഷിപ്തമായി സംഗമിച്ചതിൻ്റെ ബഹിർസ്ഫുരണം ആയിത്തീരുന്നു എന്നതുകൊണ്ടാണ് ശബ്ദത്തിന് അതിസൂക്ഷ്മ ഊർജവിശേഷങ്ങൾ ആയിരിക്കുന്ന ജീവവൈവിധ്യങ്ങളെ കാരണം എന്ന നിലയിൽ നിയന്ത്രിക്കുന്നതിനും നയിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും എല്ലാം സാധ്യമായി വരുന്നത്. ശബ്ദത്തിൻ്റെ ഉന്നതഭാവമായ വാക്കുകളിലൂടെ മനുഷ്യരാശിയുടെ സാംസ്കാരിക സങ്കല്പങ്ങൾ മാറിമറിയുകയും പുതിയത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് അനുഭവമാണ്. മനുഷ്യനിൽ നിന്നും പരിണാമതരമായ മുന്നേറ്റം ഏറെ സംഭവിച്ചിട്ടുള്ള മറ്റു ജീവികളിൽ നിന്നുമെല്ലാം ശബ്ദം പുറപ്പെടുന്നത് മിക്കവാറും കഴുത്തിൽ നിന്നാണെന്ന് കാണുന്നു. ശബ്ദം കണ്ഠത്തിൽ നിക്ഷിപ്തമായി വരുന്നത് വായുവിൻ്റെയും വായു ഉൾക്കൊള്ളുന്ന തരംഗതരമായ പ്രകൃതി ചലനങ്ങളുടെയും ജീവനിലേക്കുള്ള പ്രവേശം ശ്വാസോച്ഛ്വാസം എന്ന ജീവപ്രവർത്തനത്തിലൂടെ സാധ്യമാക്കുന്ന പ്രകൃതിയുടെ നിതാന്ത ജാഗ്രതയുടെ സൃഷ്ടിയായല്ലാതെ മറ്റെന്തെങ്കിലും വിധത്തിൽ സംഭവിക്കുന്നതിന് സാധ്യമാകുന്നില്ല. പ്രപഞ്ചജീവന്റെ പ്രവർത്തന ഉപാധികളായ ഖര ദ്രവവാതകങ്ങളും മറ്റവസ്ഥകളുമായി എന്തെല്ലാമുണ്ടോ അവയിലെല്ലാം നിക്ഷിപ്തമായിരിക്കുന്ന അതീവ സൂക്ഷ്മോർജ സത്തയെ സംഭരിച്ച് സ്വായത്തമാക്കുക എന്നതാണ് ജീവപ്രവർത്തനങ്ങളുടെയെല്ലാം ലക്ഷ്യം. പ്രപഞ്ചജീവന്റെ നിശ്ചയപ്രകാരം പ്രപഞ്ചത്തെ സൂക്ഷ്മമായി ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ പ്രപഞ്ചാംശമായി തന്നെ ഭൂമിയിൽ ജീവൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് വായുവിൽ ലയിച്ച് നിക്ഷിപ്താവസ്ഥയായി മാറുന്ന ശബ്ദ സൂക്ഷ്മത ശ്വാസോച്ഛ്വാസത്തിലൂടെ ഓരോ ജീവനിലേക്കും കടന്നു വരികയും ചെയ്യുന്നു.